ഹേ പ്രഭു ഏ ക്യാ ഹുവ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പത്തനാപുരത്ത് വന്ന് ഗണേശ പ്രഭുവിന്റെ മുഖത്ത് നോക്കി തന്നെ പറയണം. അതാണ് അവസ്ഥ. ക്യാമറയും പരിവാരങ്ങളുമായുള്ള ആ എഴുന്നള്ളത്ത് കണ്ടോ, എന്ത് ചേലാണ്. താഴെ സ്റ്റോറേജിലേക്ക് മരുന്ന് കൊണ്ടുവരുന്ന സ്റ്റോർ കൊണ്ടുവരുന്ന വണ്ടി ഇതേ വരാം. പിന്നെ നല്ല മനോഹരമായ കാറ്റും നല്ല ശുദ്ധവായു ലഭിക്കും. കാരണം ഇവിടെ വേറൊരു കൺസ്ട്രക്ഷൻ വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ റോഡ് നമുക്ക് ഫയറിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഫുൾ ചുറ്റി വരുന്ന റോഡ്. അവിടെ താഴെയൊക്കെ കാർ പാർക്ക് ചെയ്യാം, ധാരാളം വാഹനങ്ങളോട് പാർക്ക് ചെയ്യാം. ഇവിടെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബിൽഡിങ് കഴിഞ്ഞിട്ട് ഇത്രയും വിടത്തിലാണ്, ഒരു 15 മീറ്റർ വിടത്തിലാണ് ഈ വണ്ടി വരാനുള്ള വഴിയില്ലെങ്കിൽ. ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാഷ്വാലിറ്റിയിൽ ആവണേ അവർ അകത്തേക്ക് കയറ്റാം. മോർച്ചറി വരുന്നത് അതിന് താഴെയാണ്. ഇവിടെ ഈ വഴി തന്നെ അതിന് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കാഷ്വാലിറ്റി ഇവിടെ വരും. 2 OP പിന്നെ ഒരു ഓർത്തോയുടെ OP ഈ ഫ്ലോറിൽ വരും. അപ്പോൾ ബാക്കിയുള്ള 3 OPകൾ ഇതിന് മുകളിലാണ്. അത് പീഡിയാട്രിക് ഉണ്ട്, പിന്നെ ഡെൻ്റൽ, ഇതെല്ലാം മുകളിലേക്ക് വരും. MCD OP ഉണ്ട്, അതെല്ലാം മുകളിലേക്ക് വരും. അത് അടുത്ത ഫ്ലോറിലാണ്. ഇവിടെ നിന്ന് ലിഫ്റ്റാണ് പോകാനുള്ളത്. ഈ ഭാഗം ഇവിടെ നിൽക്കുന്ന സ്ഥലം മുതൽ ലെഫ്റ്റിലോട്ട് കാണുന്നതല്ല കാഷ്വാലിറ്റിയുടെ ഭാഗമാണ്. അവിടെ അപകടം പറ്റി വരുന്നവർക്കുള്ള മുഴുവൻ സൗകര്യങ്ങളും അവിടെയാണ്. ഇവിടെയാണ് ഈ ഫ്ലോറിൽ തന്നെയാണ് എക്സ്റേ സ്കാനിങ്. ഈ ഫ്ലോറിൻ്റെ ഏതാണ്ട് നമ്മുടെ ജനറൽ ഏരിയ ഒഴിച്ച് ബാക്കി റൂംസ് എല്ലാം ടൈൽസ് ചെയ്തു ഒട്ടിച്ച് കഴിഞ്ഞു. അത് പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. കാരണം സ്ക്രാച്ച് വരായി അത് അവസാനം കഴുകി കളയുമ്പോൾ ഇത് ഫിനിഷിങ്ങിലുണ്ടാവും. ഇതെല്ലാം പൂശി കഴിഞ്ഞു. ഈ താഴത്ത് തന്നെ പൂശി, ഈ നിലയിൽ അതന്നെ പൂശി കഴിഞ്ഞു. ഇതിൻ്റെ മേളത്തെ നിലയും അത് പൂശി. ഞാൻ നേരോട്ട് പൂശി പോവുകയാണ്. അപ്പോൾ അത് അടുത്ത നിലയിലേക്ക് പോകണം. ടൈൽസ് എല്ലാ ഫ്ലോറിലേക്കുള്ള ടൈൽസ് വന്നു കഴിഞ്ഞിട്ട് ഇട്ടത് കൂടാതെ അതാത് ഫ്ലോറിൻ്റെ സ്റ്റോർ ചെയ്യും. നമുക്ക് അടുത്ത നിലയിലേക്ക് ആക്കാം. ഇതെന്തൊരു പ്രഹസനമാണ്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗ്രൂപ്പിൽപ്പെടുത്തിയ അതിൽ പെട്ടുപോയ പത്തനാപുരത്തെ കുറേയധികം ഓൺലൈൻ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഒരു മഹാസംഭവം എന്ന രീതിയിൽ അവതരിപ്പിച്ച നാടകം പത്തനാപുരത്ത് താലൂക്ക് ഓഫീസിൽ ഇതാ പൊളിഞ്ഞ് പാളീസായി. നാടറിഞ്ഞ പലതരത്തിലറിഞ്ഞ മഹാനടനാണ്. പക്ഷേ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ചില ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിൽ വന്ന ആ പാളിച്ച ഈ നടനും സംഭവിച്ചിരിക്കുന്നു. ഇനി OCD വല്ലതുമാണോ എന്നറിയില്ല, ഇനി ആ രോഗം പകരുന്നതാണോ എന്നും അറിയില്ല. ഇവിടെ തിരക്കഥയിലും സംവിധാനത്തിലും വന്ന അപാകതയാണ് വില്ലനായത്. ചാനലുകൾക്ക് കുറച്ച് സമയം ലൈവ് ഓൺ എയർ വെറുതെ പാഴായിപ്പോയി കേട്ടോ. പത്തനാപുരം താലൂക്ക് ഹോസ്പിറ്റലിൽ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സൈറ്റ് സന്ദർശിച്ച ഇടത് സ്ഥാനാർത്ഥിയുടെ നാടകത്തിന്റെ നട്ടും ബോൾട്ടുമാണ് ഇതാ ഇളകിപ്പോയത്. ഇതിനോടൊപ്പം താലൂക്ക് അനുവദിച്ച പല നിയോജക മണ്ഡലങ്ങളിലും താലൂക്ക് ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമായി പ്രവർത്തന സജ്ജമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നാടകം പത്തനാപുരത്ത് താലൂക്ക് ഓഫീസ്. പത്തനാപുരത്ത് നിന്നും കെട്ടിടം പണി മാത്രം നടക്കുന്ന സ്ഥിതിയിലേക്ക് ദയനീയമായ ദൃശ്യങ്ങളാണത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് അനുവദിച്ച താലൂക്കാണ് പത്തനാപുരം താലൂക്ക്. താലൂക്ക് വന്ന് ഇന്നേക്ക് 13 വർഷം കഴിയുന്നു. അപ്പോഴും താലൂക്കുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളിൽ നിന്നും പത്തനാപുരത്തേക്ക് കടന്നു വന്നിട്ടില്ലെന്നത് യാഥാർത്ഥ്യവും വസ്തുതയും ദുഃഖകരവുമാണ്. പലതും വെട്ടിയിട്ട തേങ്ങാക്കുല പോലെ ചിതറിപ്പോയതുപോലെ മണ്ഡലത്തിന്റെ പലയിടത്തും അട്ടിയിട്ട് കിടക്കുകയാണ്. എന്നിട്ടും വികസന നായകനെന്ന പരിവേഷമാണ് ചില ആളുകൾ പത്തനാപുരത്തെ ആ MLAക്ക് ചാർത്തി കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ പെയിന്റ് അടിച്ച് ഉദ്ഘാടനം നടത്തുന്ന ഒരു സാഹചര്യവും വന്നേനെ. പക്ഷേ ഒരു പണിയും തീരാത്ത താലൂക്ക് ഓഫീസിൽ ഒരു കാരണവശാലും അത് നടക്കില്ല. കാരണം ഭിത്തിയിലെങ്ങാനും സിമന്റ് പോലും പൂശിയിട്ടില്ല. സിമന്റ് കട്ടയിൽ വെള്ളം പൂശുന്നത് ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്നതിന് തുല്യം. പക്ഷെ ഗണേഷ് കുമാർ പലയിടത്തും ഈ ഐസ് കട്ടയിൽ പെയിന്റ് അടി പയറ്റി നോക്കിയിട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ആ സാഹസത്തിന് MLA മുതിർന്നില്ല. അതിന് പകരമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സൈറ്റ് സന്ദർശനം നടത്തി താൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടേ കണ്ടോ എന്ന വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ കടന്നു വന്നത് തെറ്റാണ്. പിന്നീടാണ് അബദ്ധം ജനനായകന് മനസ്സിലായത്. ജനനായകനോ ജനവിരുദ്ധ നായകനോ? താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിയോജകമണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളുടെ ഫണ്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാണ് ഈ കെട്ടിടം കെട്ടിയുയർത്താനുള്ള സ്ഥലം വാങ്ങാൻ നടപടികൾ സ്വീകരിച്ചത്. സ്ഥലം MLAയുടെ കിഫ്ബി ഫണ്ടിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണത്തിന് തുക അനുവദിച്ചത്. അത് മാത്രമേ MLA പരിശ്രമിച്ചുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥാവകാശം 6 പഞ്ചായത്തിനും
ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. അത് സത്യം. അത് ശിങ്കടികളിൽ ഒരാൾ വിനയപുരസരം ഓർമ്മപ്പെടുത്തിയതോടെ ജനനായക അവതാരത്തിന് കിളി പോയത്രേ. എന്തായാലും തോൽവി ഉറപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇനിയും എന്തൊക്കെ നാടകങ്ങളാണ് കാണാനിരിക്കുന്നതെന്ന് പത്തനാപുരത്തുകാർക്ക് കണ്ടറിയാം.